വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ ശാരദയെ തിരിച്ചു താന്നും പറഞ്ഞ് ആ നാഗത്തറയിലെ കല്ലിൽ തലയടിച്ച് കരയുകയാണ് ഗോപാലകൃഷ്ണൻ. ഇതേസമയം ശാലിനി അമ്മയ്ക്ക് ഞങ്ങളെ ഒന്നും വിട്ടു പോകാൻ കഴിയില്ല, അമ്മ കണ്ട സ്വപ്നങ്ങളൊക്കെ പൂവണിയണ്ടേ, അമ്മ പറഞ്ഞിട്ടില്ലേ 17 വർഷം പടപൊരുതിയ കഥയൊക്കെ, പെൺമക്കളെ ഉപേക്ഷിച്ച് അച്ഛൻ ഉപേക്ഷിച്ച് പോയപ്പോൾ ഞങ്ങളെ വളർത്തിയ കഥയൊക്കെ അമ്മ പറഞ്ഞിട്ടില്ലേ, അമ്മയെ ഉണരും പറഞ്ഞ് ശാരദാമ്മയെ കുലുക്കി വിളിക്കുകയാണ് ശാലിനി. അതേസമയം കരഞ്ഞുകൊണ്ട് വീണ്ടും ശാലിനി പറയുന്നുണ്ട്, അമ്മ കണ്ട സ്വപ്നമില്ലേ ഈ ശാലിനി ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ വരുന്നത്, അമ്മ പോയാൽ പിന്നെ അമ്മയുടെ ചിതയിൽ ആ സ്വപ്നങ്ങളും എരിഞ്ഞടങ്ങും, ശാലിനി പിന്നെ ആ സ്വപ്നം ഉപേക്ഷിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് കരയുന്നുണ്ട്. ഇതേസമയം ഇതെല്ലാം ശാരദാമ്മ കേൾക്കുന്നുണ്ട്. ശാരദാമ്മയുടെ കൈ പതിയെ അനങ്ങുകയാണ്, തുടർന്ന് ചുണ്ടൊക്കെ ചലിക്കുന്നുണ്ട്, കണ്ണൊക്കെ പതുക്കെ തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഇത് ശാലിനി ശ്രദ്ധിക്കുകയാണ്. പക്ഷേ അമ്മയെന്ന് വീണ്ടും ശാലിനി കുലുക്കിയൊക്കെ വിളിക്കുമ്പോൾ ശാരദാമ്മ കണ്ണ് തുറക്കുന്നില്ല. തുടർന്ന് ഈ ബഹളമൊക്കെ കേട്ട് തിരുമേനി അകത്തേക്ക് വരുമ്പോൾ കുട്ടി അങ്ങോട്ട് പുറത്തേക്ക് നിൽക്കൂ, ശരീരത്തിൻ്റെ ജീവൻ്റെ ഒരു ചെറിയ തുടിപ്പ് മാത്രമേ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ, ജീവൻ അറ്റുപോയി കാണും ഇപ്പോൾ, പുരുഷന്മാരാരെയെങ്കിലും വിളിക്കൂ ശരീരം പുറത്തേക്ക് എടുക്കാനായിട്ട് എന്ന് ശാലിനിയോട് പറയുകയാണ്. അന്നേരം അമ്മയുടെ ചുണ്ടുകൾ അനങ്ങിയതുപോലെ എനിക്ക് തോന്നിയെന്ന് കരഞ്ഞുകൊണ്ട് ശാലിനി പറയുകയാണ്. അതൊക്കെ തോന്നും, പ്രിയപ്പെട്ടവരുടെ മരണം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാണിക്കുന്ന വിക്രിയകളാണ് അതൊക്കെ. വിഷമേറ്റ ആളിൻ്റെ മരണം മുൻകൂട്ടി അറിയാൻ കഴിവുള്ള ആളുകളാണ് ഈ പരമ്പരയിൽപ്പെട്ട ഞങ്ങൾ. കുട്ടിക്ക് കുറിച്ച് വിവരമൊക്കെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോഴേ മരണം സംഭവിച്ചിരിക്കാം, പിന്നെ ആ ചെറിയ കുട്ടിയുടെ കണ്ണീര് കണ്ടിട്ടാണ് ഇവിടെ കിടത്തി എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ തോന്നിയത്, പക്ഷെ അതിനൊന്നും കഴിയില്ല, അമ്മ ഇനിയില്ല, അത് അംഗീകരിച്ചേ പറ്റൂന്ന് തിരുമേനി ശാലിനിയോട് പറയുകയാണ്. ഇത് കേട്ട് ആകെ തകരുന്ന ശാലിനി വീണ്ടും അമ്മയെന്ന് വിളിച്ച് ശാരദാമ്മയെ കുലുക്കി വിളിച്ച് ഉറക്കെ നിലവിളിക്കുകയാണ്. അന്നേരം തിരുമേനി രാജേന്ദ്രനോട് പറയുന്നുണ്ട്, ഇതുപോലുള്ള നിലവിളിയൊന്നും കേൾക്കാനും കാണാനും വയ്യാത്തത് കൊണ്ടാണ് ഇവിടെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ആ കുട്ടി എങ്ങോട്ട് പിടിച്ച് മാറ്റിയെന്ന് പറഞ്ഞിട്ട് തിരുമേനി പുറത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഈ ശാലിനിയുടെ ഉറക്കെയുള്ള നിലവിളിയൊക്കെ ശ്രദ്ധിച്ച് ആകെ സങ്കടപ്പെടുകയാണ് പുറത്തു നിൽക്കുന്ന രാജീവും ശാരികയും കുറുപ്പ് സാറും ശ്യാമയും ഒക്കെ. തുടർന്ന് കുട്ടി മാറുമെന്നും പറഞ്ഞ് രാജേന്ദ്രൻ വിളിക്കുന്നുണ്ട്. ഇതേസമയം കുറേ നേരമൊക്കെ വിളിച്ച ശേഷം ഇനി അമ്മ ഇല്ല എന്നൊക്കെ വിശ്വസിച്ച് ശാലിനി പതിയെ എഴുന്നേൽക്കുകയാണ്. പക്ഷെ അന്നേരം ശാലിനിയുടെ കയ്യിൽ നിന്നും ശാരദാമ്മയുടെ കൈ വിടുന്നില്ല, ശാരദാമ്മ ഇറുക്കി പിടിച്ചിരിക്കുകയാണ് ശാലിനിയുടെ 2 വിരലുകളെ. അന്നേരം അത് ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്, തുടർന്ന് തിരുമേനിയെ വിളിക്കുകയാണ് രാജേന്ദ്രൻ. അന്നേരം പെട്ടെന്ന് തിരുമേനി ഓടി വന്ന് ശാലിനിയെ പിടിച്ചു മാറ്റിയിട്ട് കയ്യിലെ നാഡീമിടിപ്പ് നോക്കുന്നുണ്ട്. അന്നേരം അത് നോക്കുമ്പോഴേക്ക് തിരുമേനിക്ക് ജീവൻ ഉണ്ടെന്ന് മനസ്സിലാകുകയാണ്. തുടർന്ന് കാലിൽ വെച്ച വിഷക്കല്ലിലേക്ക് നോക്കുമ്പോൾ ആ കല്ല് അടർന്നു വീണിരിക്കുന്നു. തുടർന്ന് ശാലിനിയോട് പറയുകയാണ്, അത്ഭുതം സംഭവിച്ചിരിക്കുന്നു, നാഗദൈവങ്ങൾ കാത്തു, കുട്ടിയുടെ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്, ഇവർ ചെയ്ത മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ മുൻജന്മത്തിലെ പുണ്യം അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന, ഈ നൂറ്റാണ്ടുകളായി വിഷഹാരികൾ പ്രവചനം ഒക്കെ ഇവിടെ തെറ്റിയിരിക്കുകയാണ്, നിങ്ങളുടെ അമ്മയുടെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു, ഒന്നും പേടിക്കാനില്ല എന്ന് ശാലിനിയോട് തിരുമേനി പറയുകയാണ്. തുടർന്ന് ശാലിനി വന്ന ശാരികയോടും ശ്യാമയോടും പറയുന്നുണ്ട്, ദൈവം നമ്മളെ കൈവിട്ടില്ല, വിഷക്കല്ല് നീലയായി, വിഷമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു, ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് ശാലിനി സന്തോഷത്തോടുകൂടി പറയുകയാണ്. ഇത് കേട്ട് ആകെ സന്തോഷമാകുകയാണ് കരഞ്ഞ് തളർന്നിരുന്ന ശ്യാമയ്ക്കും ശാരികയ്ക്കുമൊക്കെ. പക്ഷേ ഈ വാർത്ത കേട്ടൊന്ന് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് രാജീവ്. തുടർന്ന് തിരുമേനിയോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് രാജീവ്, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, തിരുമേനി എന്നോട് ക്ഷമിക്കണമെന്ന്. അന്നേരം ഇതിൽ തെറ്റിദ്ധാരണയുടെ പ്രശ്നമൊന്നുമില്ല, അവനവനെ അറിയാത്തതിനോട് പുച്ഛം തോന്നുന്നത് സ്വാഭാവികമാണ്, അത് സാരമില്ല എന്ന് തിരുമേനി പറയുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾക്കിപ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് രാജി ചോദിക്കുന്നുണ്ട്. ആൾക്കിപ്പോൾ വിശ്രമം ആവശ്യമാണ്, കുറച്ച് കഴിഞ്ഞ് കണ്ടിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്നും പിന്നീട് അവിടെ ചെന്ന് പാലിക്കേണ്ട ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെ തിരുമേനി അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് ഇതിൻ്റെ ഫീസ് എന്നും പറഞ്ഞ് രാജീവ് പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുക്കുന്നുണ്ട്. അന്നേരം ഇതിനെനിക്ക് ഫീസ് ആവശ്യമില്ല, കുളത്തൂർ മനയുടെ SS ഒന്നുകൂടി ശാരദാമ്മ ഉയർത്തി, അതുകൊണ്ട് ഫീസ് ആവശ്യമില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. ഇത്തിരി പോന്ന ഈ കുട്ടിയുടെ കരച്ചിൽ കാരണമാണ് ഞാൻ ശാരദാമ്മയെ ഇവിടേക്ക് ഏറ്റെടുത്തത്, പിന്നെ ഈ കുട്ടികളുടെ മാതൃസ്നേഹം, ഒത്തൊരുമ, പിന്നെ ശാരദാമ്മയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ്റെ പ്രാർത്ഥന എല്ലാം കൂടി ആയപ്പോൾ ഒരു നാടിന് മുഴുവൻ അന്നം തരുന്ന അമ്മയെ യമലോകത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് യമരാജാവിനും ലജ്ജ തോന്നിക്കാണും എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണനെ അന്വേഷിക്കുകയാണ് തിരുമേനി.
തുടർന്ന് നാഗത്തറയിലെ കല്ലിൽ തലയിടിച്ച് ബോധം കെട്ട് കിടക്കുന്ന ഗോപാലകൃഷ്ണനെ മുഖത്ത് വെള്ളമൊക്കെ തളിക്കുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണന് ബോധം വീഴുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ് അത് നോക്കിയിട്ട് ഈ കല്ലിൽ അച്ഛൻ സ്വയം തല തല്ലിയതാകുമെന്ന്. തുടർന്ന് എന്തിനാ അച്ഛൻ ഇത് ചെയ്തത്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വിഷം ഇറങ്ങി, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ശാരിക ചോദിക്കുകയാണ്. അന്നേരം എന്ത് ചെയ്തു എന്ന്, ഞാനിതിൽ നടന്നു പോയപ്പോൾ കാലിടറി വീണതായിരിക്കും, ചിലപ്പോൾ ആ കല്ലിൽ തല ഇടിച്ചതാകും എന്ന് ഗോപാലകൃഷ്ണൻ അങ്ങനെ കഥയുണ്ടാക്കി പറയുകയാണ്. പക്ഷേ ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കള്ളമാണെന്ന്. തുടർന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചതിന് ശേഷം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് എല്ലാവരോടുമായി ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ലച്ച, കുറച്ച് വിശ്രമം വേണമെന്നേ ഉള്ളൂ എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് എഴുന്നേറ്റ് നാഗദൈവങ്ങളോട് നന്ദി പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് ഗോപാലകൃഷ്ണന് ശാരദാമ്മയോടുള്ള സ്നേഹം ഇപ്പോൾ എത്രമാത്രമാണെന്ന്. തുടർന്ന് ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് പതിയെ നടന്ന് ഗോപാലകൃഷ്ണൻ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അന്നേരം എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ രാജീവ് അടുത്തേക്ക് ചെന്നിട്ട് അച്ഛന് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം ആ വിളി കേട്ട് സന്തോഷിച്ച് എൻ്റെ മോൻ എന്താ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം അച്ഛ എന്ന് രാജീവ് ഒന്നുകൂടി പറയുന്നുണ്ട്. എനിക്ക് സന്തോഷമായി, എൻ്റെ ശാരിക മോള് ഭാഗ്യമുള്ളവളാണ്, എൻ്റെ മോനെ അത്രയും വിളിച്ചല്ലോ, അച്ഛന് സന്തോഷമായി, അച്ഛൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഇതേസമയം കുളത്തൂർ മനയിലേക്ക് ബാലചന്ദ്രനെയും കൂട്ടി പുറപ്പെടുന്ന രാജേശ്വരി ബാലചന്ദ്രനെ അങ്ങ് വെപ്രാളപ്പെടുത്തുകയാണ്. പെട്ടെന്ന് പോകട, ആ കിടപ്പ് കാണാൻ എനിക്ക് കൊതിയായെന്ന്. അന്നേരം ഇത് കുളത്തൂർ മനയിലേക്കുള്ള റോഡാണ്, പെട്ടെന്ന് ഇപ്പോൾ എത്തുമെന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് ഗോപാലകൃഷ്ണൻ്റെ വണ്ടി എതിരെ വരുന്നത്. നല്ല പരിചയമുള്ള വണ്ടിയാണല്ലോ എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ നോക്കുകയാണ്. എന്നിട്ടത് അളിയൻ്റെ കാറാണല്ലോ എന്ന് പറയുന്നു. അന്നേരം ഗോപാലകൃഷ്ണനും ഈ രാജേശ്വരിയും ബാലചന്ദ്രൻ്റെയും വണ്ടി കാണുന്നുണ്ട്. അന്നേരം രണ്ടും ഒരുപോലെ നിർത്തുകയാണ് റോഡിൽ. തുടർന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന ഗോപാലകൃഷ്ണനോട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല അളിയൻ എങ്ങോട്ടാണ്, ആരാണ് തലയിടിച്ച് പൊട്ടിച്ചതെന്നൊക്കെ. അന്നേരം അതൊക്കെ എവിടെ നിൽക്കട്ടെ, നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് അളിയൻ്റെ വിഷയമല്ലല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം അതെ, എൻ്റെ വിഷയം തന്നെയാണ്, ദേ ഈ കാറും അതിലടിക്കുന്ന എണ്ണയും ഒക്കെ എൻ്റെ പോക്കറ്റിൽ നിന്നാണ്, പിന്നെ ദേ എൻ്റെ ഭാര്യയും എൻ്റേതാണ് എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അത് കേട്ട് രാജേശ്വരി ചോദിക്കുന്നുണ്ട്, കാറ് പലതും വാങ്ങിച്ചിടാം, പക്ഷേ ഭാര്യയും അതുപോലെയാണെന്ന് വിചാരിക്കരുത്, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള ഭാര്യ എടുത്ത് ഉപയോഗിക്കാനായിട്ട് എന്ന് രാജേശ്വരി കളിയാക്കുന്നുണ്ട്. തുടർന്ന് രാജേശ്വരി പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ എന്നും ഒരു സ്ത്രീയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അതല്ലേ ഉണ്ടാകുമെന്ന്. അന്നേരം നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, മുമ്പൊക്കെ നിൻ്റെ ഈ ധാരണയൊക്കെ തിരുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഇനി എനിക്ക് അതൊന്നും പ്രശ്നമല്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അതൊന്നും ഇനി വില പോകില്ല അളിയൻ്റെ താലി കഴുത്തിലണിഞ്ഞ് ഇനി ഈ ലോകത്ത് ഒരു സ്ത്രീ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന്. അപ്പോൾ ശാരദ വിഷം തീണ്ടി മരിച്ചു കിടക്കുന്നത് കാണാനാണ് നീ പുറപ്പെടുന്നതല്ലേ, ആ സ്വപ്നം കണ്ണും പൂട്ടി നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചോ. കുളത്തൂർ മനയിലെ അനന്തൻ തിരുമേനി അവളെ രക്ഷിച്ചു, അവൾക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ആകെ അന്തം വിടുകയാണ് ചേച്ചിയും അനിയനും. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.